നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര ലോൺലി ആയിട്ട് പോകുന്ന സമയങ്ങളില്ലേ, ആരും കൂടെയില്ലാന്ന് തോന്നുന്ന സമയങ്ങളൊക്കെ ഇല്ലേ, ലൈഫിലൊരു മീനിങ് ഇല്ല, എല്ലാം ഇങ്ങനെ എന്തോ ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഇങ്ങനെ ചുമ്മാ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ലക്ഷ്യം കാണുന്നില്ല, ആരും കൂടെയില്ല, എന്തൊക്കെയോ ഒരു എംപ്റ്റിനെസ്, ശൂന്യതയൊക്കെ നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓടിപ്പോയിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് കുടിക്കണം, വിശുദ്ധ കുർബാന അർപ്പിക്കണം. ഓരോ ദിവസവും വിശുദ്ധ കുർബാന നിങ്ങൾ അർപ്പിക്കുമ്പോൾ നമുക്കത് ശക്തമായിട്ട് മനസ്സിലാവും, ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ല, ഞാനിങ്ങനെ ജീവിതം ഇങ്ങനെ ചുമ്മാ ആരുമില്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, എൻ്റെ ജീവിതത്തെ നയിക്കാൻ എനിക്കൊരാളുണ്ട്, എൻ്റെ കൂടെ ആയിരിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നു. ഇപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, അവർ വേണം, ഇവർ വേണം, അവരൊക്കെ നമ്മളോട് സംസാരിക്കണം. ആരൊക്കെ ഉണ്ട് നമ്മളോട് എത്ര തീക്ഷ്ണതയോടെ സംസാരിക്കാൻ? നിൻ്റെ കൂടെ ആയിരിക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം എന്ന് പറയുന്ന ആരുണ്ട്? നമുക്ക് ഭാഗ്യം ഉണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ അത് എത്ര കാലം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എന്നും കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം മാറി നിന്നതൊക്കെ നമുക്ക് അനുഭവം ഉണ്ടാവും. ഈശോ പറയാണ്, ഓരോ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മളോട് പറയാണ്, ഐ ഡിസയർ ടു ബി വിത്ത് യു, എനിക്ക് നിൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരുമില്ലാന്ന് തോന്നിയാലും, ഒറ്റയ്ക്കായി പോയെന്ന് തോന്നിയാലും, ജീവിതത്തിൻ്റെ ഒരു അർത്ഥമില്ലാന്ന് തോന്നിപ്പോയാലും, ഈ ലൈഫ് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നൊരു പിടികിട്ടാത്ത സമയത്തും നിങ്ങൾ ഓടിച്ചെല്ലണം വിശുദ്ധ കുർബാനയിലേക്ക്, വിശുദ്ധ ബലി അർപ്പിക്കണം. ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണം, നമ്മൾ ഈശോയുടെ അടുത്തേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാളും വലിയ ആഗ്രഹത്തോടെ ഈശോ ആഗ്രഹിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് ഈശോയുടെ അടുത്തേക്ക് ചെല്ലാൻ, നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, നമുക്ക് സ്വന്തം ശരീരവും രക്തവും എടുത്ത് തന്ന് ഇത് നിങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞ് ആ സ്നേഹം മുഴുവൻ തരാൻ വേണ്ടി ഈശോ വിശുദ്ധ കുർബാന നിൽക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ മേക്ക് ഷുവർ, ഉറപ്പിക്കണം, ഒരു ദിവസം പോലും വിശുദ്ധ ബലിയർപ്പണം മുടക്കില്ലെന്ന്. നമ്മുടെ സാഹചര്യങ്ങളുണ്ടാകാം, നമ്മുടെ സ്ഥലത്തിൻ്റെ പരിമിതികളുണ്ടാകാം, നമ്മുടെ ടൈമിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം, ബട്ട് ട്രൈ ആസ് മച്ച് ആസ് പോസിബിൾ ഈശോയുടെ ഈ ബലിയർപ്പണം, ഈശോയുടെ വിശുദ്ധ കുർബാന, ഈശോയോട് ചേർന്ന് നമുക്ക് ഈ ഈശോയെ ഭക്ഷിക്കാൻ പറ്റുന്നൊരു വലിയ സ്നേഹത്തിൻ്റെ സമയം അതൊരിക്കലും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് ഈശോയെ കാണാൻ പറ്റട്ടെ, ഈശോയെ സ്വീകരിക്കാൻ പറ്റട്ടെ, ഈശോയോട് മിണ്ടാൻ പറ്റട്ടെ, ഈശോയെ കേൾക്കാൻ പറ്റട്ടെ. അതിലും വലിയൊരു അനുഗ്രഹം നമുക്ക് എന്നെ ചോദിക്കാനുണ്ട്. ആ കൃപ മുഴുവനും നിങ്ങൾക്ക് നിറയണം, അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് കൊടുക്കണം. കർത്താവിൻ്റെ അനുഗ്രഹം ഓരോ വിശുദ്ധ കുർബാനയിലും, ആ സ്നേഹം അളവില്ലാതെ അധികമായിട്ട് ഓരോ വിശുദ്ധ കുർബാനയിലും ആഴത്തിൽ അനുഭവിച്ചറിയാൻ ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾക്കെല്ലാം സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.